ഹോർമൂസ് കടലിടുക്ക്, ചെങ്കടൽ എന്നിവ ഉൾപ്പെടെയുള്ള പ്രമുഖ അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ വ്യാപാര നീക്കം ഉറപ്പാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പറഞ്ഞിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു കാരണവശാലും ഇരട്ടത്താപ്പ് പാടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മോസ്കോയിൽ നടന്ന പ്രഥമ അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിലും സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ഉന്നത പ്രതിനിധികളുടെ 14ാമത് യോഗത്തിലും സംസാരിക്കുകയായിരുന്നു അജിത് ഡോവൽ. ബഹുധ്രുവ ലോകത്തിന്റെ ആവിർഭാവത്തിന്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര സുരക്ഷ നേരിടുന്ന വെല്ലുവിളികളും ഭീഷണികളും എന്ന വിഷയത്തിലാണ് ഫോറം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. റഷ്യൻ ഫെഡറേഷൻ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി സെർജി ഷോയ്ഗു ആതിഥ്യം വഹിച്ചു. കൂടാതെ ഭീകരവാദ പ്രശ്നത്തിൽ ഉത്തരവാദിത്തമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ നിലപാടുകൾ വിലയിരുത്തണമെന്ന് ഡോവൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഉത്തരവാദിത്തമുള്ള രാജ്യങ്ങൾ അവരുടെ തെരഞ്ഞെടുപ്പുകൾ വിലയിരുത്തണമെന്നും അവർ ഭീകരവാദത്തിന്റെ സ്പോൺസർമാരെ പിന്തുണയ്ക്കുകയാണോ അതോ ശക്തമായ നടപടികളിലൂടെ അവരെ ചെറുക്കുകയാണോ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണമെന്നാണ് ഡോവൽ പറഞ്ഞത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട ആഗോള ഘടനകളിലും സ്ഥാപനങ്ങളിലും അടിയന്തരമായി വലിയ രീതിയിലുള്ള ഒരു പരിഷ്കാരങ്ങൾ വരുത്തേണ്ടതിന്റെ ആവശ്യകതയും ഡോവൽ എടുത്തു പറയുന്നുണ്ട്. സമകാലിക അന്താരാഷ്ട്ര സുരക്ഷാ ഭീഷണികളെ നേരിടുന്നതിൽ ഇവ കൂടുതൽ ഫലപ്രദമാകുമെന്നും ഗ്ലോബൽ സൗത്തിന് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്നും ഡോവൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഫോറത്തിന്റെ ഭാഗമായി വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഡോവലും അതോടൊപ്പം തന്നെ ഷോഗുവും ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്നാണ് സൂചന. ഇന്ത്യയുടെ കപ്പലുകൾ ഇറാൻ ഹോർമൂസിൽ വെച്ച് ആക്രമിക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്ത്യൻ കപ്പലുകൾ ഹോർമൂസിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യൻ പതാകേന്ത്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ ഭാഗത്തു നിന്നും വെടിവെപ്പും ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ക്രൂഡ് ഓയിലും ഗ്യാസുമായി സഞ്ചരിച്ച കപ്പലുകൾക്കാണ് പ്രധാനമായും ഈ പ്രതിസന്ധി നേരിടേണ്ടി വന്നത്. എണ്ണ ടാങ്കറായ സൽമാർ, ഹൊറസ്, ബൾക്ക് കാരിയർ ജാഗ് അർണവ്, ഒമാൻ തീരത്ത് വെച്ച് ആക്രമിക്കപ്പെട്ട MSV ഹാജി അലി എന്ന ഇന്ത്യൻ വാണിജ്യ കപ്പൽ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. ഇന്ത്യയിലേക്ക് വന്ന 14 കപ്പലുകൾ ഇറാൻ തടയുകയും അതിൽ 7 എണ്ണം ഇന്ത്യൻ പതാക ഉള്ളവയുമായിരുന്നു. നയതന്ത്ര തലത്തിൽ ഇന്ത്യ നടത്തിയ ശക്തമായ ഇടപെടലുകളെ തുടർന്ന് ഈ കപ്പലുകൾക്ക് പിന്നീട് യാത്ര തുടരാൻ ഇറാൻ അനുമതി നൽകിയിരുന്നു. നാവിക ഉപരോധം മറികടക്കാൻ ശ്രമിച്ച ഇറാൻ പതാക വഹിക്കുന്ന കപ്പലിന് നേരെ US സേനയുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഇന്ത്യൻ പതാക വച്ചു വരുന്ന കപ്പലുകൾ തടയുകയില്ല എന്ന് ഇറാന്റെ വാക്കുകൾ വിശ്വസിച്ചാണ് ഇന്ത്യ ഹോർമൂസിലൂടെ എണ്ണ കൊണ്ടുപോയത്. എന്നാൽ ഒരു തരത്തിൽ ഇറാൻ ഇന്ത്യയെ വഞ്ചിച്ചു അല്ലെങ്കിൽ പറഞ്ഞു പറ്റിച്ചു എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഹോർമൂസിലൂടെ ഇന്ത്യ ഇപ്പോഴും എണ്ണ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അതീവ ജാഗ്രതയിലാണ്. എയർഫോഴ്സിന്റെയൊക്കെ അകമ്പടിയോടുകൂടി സുരക്ഷാ സന്നാഹങ്ങളോടുകൂടിയാണ് ഇന്ത്യ എണ്ണ കപ്പലുകൾ ഹോർമൂസ് കടന്ന് വരുന്നത്.